നമസ്കാരം. മലയാള സിനിമയിലെ മിന്നൽ മുരളി ടൊവിനോ തോമസ് വീണ്ടും ഒരു മാസ് ആക്ഷൻ അവതാരവുമായി എത്തുകയാണ്. പള്ളിച്ചട്ടമ്പി. ഇന്നലെ പുറത്തിറങ്ങിയ ടീസർ സോഷ്യൽ മീഡിയയിൽ തീ പടർത്തുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു നിയമക്കുരുക്കിലേക്കാണ് ചിത്രം അകപ്പെട്ടിരിക്കുന്നത്. ദുബായിലെ ഒരു ഇന്ത്യൻ വ്യവസായ നിർമ്മാതാക്കൾക്കെതിരെ നൽകിയ ഹർജി സിനിമയുടെ റിലീസിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. 14 കോടിയുടെ തട്ടിപ്പ് പണം ഉപയോഗിച്ചാണ് സിനിമ നിർമ്മിക്കുന്നതെന്ന ഞെട്ടിക്കുന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശി നൌഫൽ അഹമ്മദ്, തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ബ്രിജീഷ് മുഹമ്മദ് എന്നിവർക്കെതിരെയാണ് ദുബായ് വ്യവസായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇവർ തന്നിൽ നിന്ന് 14 കോടിയോളം രൂപ തട്ടിയെടുത്തുവെന്നും ഈ പണം ഉപയോഗിച്ചാണ് പള്ളിച്ചട്ടമ്പി നിർമ്മിക്കുന്നതെന്നുമാണ് ഹർജിയിലെ പ്രധാന ആരോപണം. നിർമ്മാതാക്കൾക്കെതിരെ CBI, ED അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതി ഇതിനോടകം തന്നെ നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞു. തിങ്കളാഴ്ച ഈ ഹർജി കോടതി പരിഗണിക്കും. വിവാദങ്ങൾ ഒരു വശത്തു നടക്കുമ്പോൾ സിനിമാ പ്രേമികൾ ഈ ചിത്രത്തെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ജനഗണമന എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ഒരു പീരിയഡ് ഡ്രാമ ത്രില്ലറായാണ് ചിത്രം ഒരുങ്ങുന്നത്. ചിത്രത്തിനായി ടൊവിനോ നടത്തിയ കഠിനമായ മാർഷ്യൽ ആർട്സ് പരിശീലനത്തിന്റെ വീഡിയോകൾ നേരത്തെ തന്നെ വൈറലായിരുന്നു. കയാതു ലോഹർ നായികയാകുന്ന ചിത്രത്തിൽ ചാണക്യ, ചൈതന്യ, ചരൺ ഉൾപ്പെടെയുള്ള വൻ താരനിര അണിനിരക്കുന്നുണ്ട്. വേൾഡ് വൈഡ് ഫിലിംസിന്റെ ബാനറിലാണ് ചിത്രം റിലീസിനൊരുങ്ങുന്നത്. നരിവേട്ട എന്ന ചിത്രത്തിന് ശേഷം ടൊവിനോയുടെ കരിയറിലെ ഏറ്റവും വലിയ ആക്ഷൻ സിനിമകളിലൊന്നായാണ് പള്ളിച്ചട്ടമ്പി വിലയിരുത്തുന്നത്. ഹർജി തീർപ്പാക്കുന്നതുവരെ സിനിമയുടെ റിലീസ് തടയണമെന്ന് പരാതിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച കോടതിയെടുക്കുന്ന തീരുമാനം സിനിമയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. സാമ്പത്തിക ക്രമക്കേട് ആരോപണം തെളിയിക്കപ്പെട്ടാൽ അത് ടൊവിനോയുടെ കരിയറിലെ തന്നെ വലിയൊരു വിവാദമായി മാറും. ഒരു മികച്ച സിനിമ നിയമക്കുരുക്കുകളിൽപ്പെട്ട് വൈകുന്നത് ആരാധകർക്കൊട്ടും ആശ്വാസകരമായ വാർത്തയല്ല. പ്രൊഡക്ഷൻ സൈഡിലെ പ്രശ്നങ്ങൾ സിനിമയുടെ ക്വാളിറ്റിയെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ടൊവിനോയുടെ ഈ മാസ് ചിത്രം തിയേറ്ററുകളിൽ എത്തുമോ അതോ വിവാദങ്ങളിൽ തട്ടി നിൽക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സിനിമയിലെ സാമ്പത്തിക ആരോപണങ്ങൾ ഒരു വശത്ത് പുകയുമ്പോഴും ടൊവിനോ എന്ന നടന്റെ അർപ്പണബോധം ഈ ചിത്രത്തിൽ പ്രകടമാണ്. 50കളിലെ ചട്ടമ്പികളുടെ ശാരീരികക്ഷമത കൈവരിക്കാൻ ടൊവിനോ പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ട്. വെറും ആക്ഷൻ മാത്രമല്ല, കേരളത്തിന്റെ തനതായ കളരിപ്പയറ്റും നാടൻ ഗുസ്തിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ട വീര്യമാണ് ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ്. ചിത്രത്തിലെ പള്ളിച്ചട്ടമ്പി എന്ന കഥാപാത്രത്തിന് വേണ്ടി ശരീരഭാരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടുള്ള ടൊവിനോയുടെ മാറ്റം ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ടീസറിൽ നമ്മൾ കണ്ട ആ കത്തുന്ന കണ്ണുകൾക്ക് പിന്നിൽ മാസങ്ങളുടെ അധ്വാനമുണ്ട്. സംവിധായകൻ ഡിജോ ജോസ് ആന്റണി വെറും ഒരു ആക്ഷൻ പടം എടുക്കില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പള്ളിച്ചട്ടമ്പി എന്ന ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അക്കാലത്തെ സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെയുള്ള ഒരു സാധാരണക്കാരന്റെ പോരാട്ടമായിരിക്കും ഇത്. 14 കോടിയുടെ കേസ് നിർമ്മാതാക്കൾക്കെതിരാണെങ്കിലും സിനിമയുടെ രാഷ്ട്രീയവും പ്രമേയവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ടൊവിനോയും ഡിജോയും പരമാവധി ശ്രമിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ സൈഡിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ റിലീസിനെ ബാധിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. എന്നാൽ ഒരു സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ മികച്ച രീതിയിൽ തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ സിനിമാ ലോകം ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ്. പരാതിക്കാരൻ ആവശ്യപ്പെട്ടതുപോലെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്താൽ അത് റിലീസിനെ തടയാൻ സാധ്യതയുണ്ട്. എന്നാൽ നിർമ്മാതാക്കൾ ഹൈക്കോടതിയിൽ നൽകുന്ന വിശദീകരണം അനുകൂലമാണെങ്കിൽ ഏപ്രിൽ 10 തന്നെ പള്ളിച്ചട്ടമ്പി തിയേറ്ററുകളിലെത്തും. വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ നിർമ്മാതാക്കളായ നൌഫൽ അഹമ്മദും ബ്രിജീഷ് മുഹമ്മദും തങ്ങളുടെ ഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്ന 14 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. സിനിമയുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് കൃത്യമായ രേഖകളുള്ള പണമാണെന്നാണ് ഇവരുടെ വാദം. പള്ളിച്ചട്ടമ്പി എന്ന വലിയ പ്രൊജക്ടിന്റെ റിലീസ് തടയാനും ടൊവിനോ തോമസ് എന്ന നടന്റെ കരിയറിനെ മോശമായി ചിത്രീകരിക്കാനും ചിലർ ബോധപൂർവ്വം നടത്തുന്ന നീക്കമാണിതെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച സത്യം തെളിയുമെന്നും ഏപ്രിൽ 10 നിശ്ചയിച്ച റിലീസിൽ മാറ്റമുണ്ടാകില്ലെന്നും നിർമ്മാതാക്കൾ ആരാധകർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. നിർമ്മാതാക്കൾ പ്രതികരിച്ചെങ്കിലും നായകനായ ടൊവിനോ തോമസ് ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്നാൽ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളുമായി താരം സജീവമായി മുന്നോട്ടു പോകുന്നുണ്ട്. ഇത് സിനിമയുടെ റിലീസിൽ തടസ്സങ്ങൾ ഉണ്ടാക്കില്ല എന്നതിന്റെ സൂചനയായിട്ടാണ് സിനിമാ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്.